ഓഫീസർ ശ്രീ ജോർജ് ജോസഫ് ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഈ സാഹചര്യ തെളിവുകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പോലീസിലെ ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ കിട്ടുന്ന ഒരു അനുമാനം എന്ന് പറയുന്നത് ജൈനമ്മയുടെ സ്വർണം തന്നെയാണ് പണയം വെച്ചിട്ടുള്ളത്. ആ സ്വർണമാണ് മറ്റൊരു ജുവലറി ഉടമയുടെ സഹായത്തോടു കൂടി തിരിച്ചെടുത്തത്. അതിന് സഹായിച്ചയാളാണ് ഈ ഡ്രൈവർ മനോജിന്റെ പേരിലാണ്, ഓട്ടോ ഡ്രൈവർ മനോജിന്റെ പേരിലാണ് സ്വർണം ആദ്യം കുന്നത്ത് ഫിനാൻസിൽ പണയം വെച്ചതും പിന്നീട് ഈ ജുവലറി ഉടമയെ കൊണ്ട് തിരിച്ചെടുപ്പിച്ചതും ആ ജുവലറി ഉടമയ്ക്ക് തന്നെ ആ സ്വർണം വിറ്റ് പണം വാങ്ങിയതും. എന്നിട്ട് ഫ്രിഡ്ജ് വാങ്ങി പിന്നെ ഏറ്റുമാനിലേക്ക് പോവുകയായിരുന്നു സെബാസ്റ്റ്യൻ എന്നാണ്. ഇപ്പോൾ ഓട്ടോ ഡ്രൈവർ മനോജിന് നേരിട്ട് അറിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ജൈനമ്മയെ കൊന്ന വിഷയമാണ്. ജൈനമ്മയെ അറിയില്ല എന്നും പറയുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ഈ കൊലപാതകം നടന്നിട്ടുണ്ട്, അത് സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചാണ്. ഇതെല്ലാം ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ തെളിവുകളായി ഈ വെളിപ്പെടുത്തലിലൂടെ കിട്ടുന്നില്ലേ? ഈ പറയുന്ന മനോജിനെയും ചോദ്യം ചെയ്തിരുന്നു അന്വേഷണ സംഘം, മുഖ്യ സാക്ഷിയായി മാറുകയാണ്. താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ് ഇക്കാര്യത്തിൽ? അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. മനോജ് കണ്ടാൽ സാധ്യത കുറവാണ്. പക്ഷെ മനോജ് ഇയാളെ സെബാസ്റ്റ്യന്റെ ഭാര്യയും അവരെയൊക്കെ അറിയാം. കാരണം സ്ഥിരമായിട്ട് ഇയാൾ ഓട്ടോ പിടിച്ച് അവിടെയൊക്കെ ഭാര്യ വീട്ടിലൊക്കെ പോകുന്നതാണ്. പക്ഷെ കൊല്ലാൻ കൊണ്ടുവരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അയാൾ ആരെയും കാണിക്കാറില്ല. അത് അയാളെ ആ ഒരു കാറിലാണ്, അയാളെ ആ അതിരപ്പുഴയിലുള്ള 2 കാറിൽ ഒരു കാറിലാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുക, സംശയമൊന്നുമില്ല. അങ്ങനെ കൊണ്ടുവന്ന് ആ വീട്ടിൽ കയറിയ സമയത്ത് അവരുടെ തലയ്ക്ക് പിന്നിൽ ചുറ്റി കൊണ്ട് അടിക്കാനാണ് സാധ്യത. ചുറ്റി കൊണ്ട് അടിച്ചെന്നാണ് ഞാൻ കരുതുന്നത്. ആ ചുറ്റിയാണ് ആ കാറിനകത്ത് നിന്ന് പിന്നീട് കണ്ടെത്തിയത്. കത്തിയും ചുറ്റിയും കാറിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ജൈനമ്മയുടെ കൊലപാതകം വ്യത്യസ്തമായ രീതിയിൽ ആ വീട്ടിൽ വെച്ച് തന്നെയാണ് നടത്തിയത്. അതേ സമയത്ത് ആരെങ്കിലും സഹായികളോ ഇയാൾക്ക് തന്നെ ചെയ്യാൻ കഴിയോ ഇല്ലയോ എന്നുള്ള വേറൊരു പ്രശ്നം. ആ വീട്ടിൽ വേറെ ആരെങ്കിലും ഒളിച്ച് വെച്ച് നിന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം അവിടെ വെച്ച് ഒരു കൊലപാതകം നടത്തി തലയ്ക്ക് അടിച്ച് ബോധം കെടുത്തിയിട്ട് അവരെ കൊന്ന് അവരുടെ മൃതശരീരം കഷ്ണങ്ങളായിട്ട് അറുത്ത് അത് അവരെ ആ സ്ഥലത്തിന്റെ പല ഭാഗത്തിട്ട് കത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിശേഷം ഒരു എവിഡൻസും ഇല്ലാതെ മൃതദേഹത്തിന്റെ ഒരു എവിഡൻസിന് അംശം കിട്ടാത്ത രീതിയിൽ തീർക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. അത് തന്നെ ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അതേസമയത്ത് ഈ വീട്ടില് ഈ ചിലപ്പം സേഫായിട്ട് ഈ ഒരു മർഡർ മാത്രമായിരിക്കും ചെയ്തിരിക്കുന്നത്. 2 മർഡർ എന്തൊരു കണക്കൂട്ടല് ഇയാള് ഉപയോഗിക്കുന്ന കാറിൽ വെച്ച് തന്നെയാണ് ഇവരെ കൊല്ലുന്നത്. കാരണം ഒരു ഡെഡ് ബോഡി ഇവിടുന്ന് അവിടെ എവിടെയും കൊണ്ടുപോകാൻ കഴിയത്തില്ല. കാറിൽ വെച്ച് തന്നെ ആ വീടിന് സമയത്ത് എത്തുമ്പോൾ ഇയാൾ കൊല്ലുകയാണ്. കഴുത്തില് ഏതെങ്കിലും ടയറോ അല്ലെന്നുണ്ടെങ്കിൽ തുണിയോ ചുറ്റി അപ്പോൾ മറ്റൊരാളുടെ സഹായം കൂടെ വേണ്ടി വരും. അല്ല, ഇപ്പോൾ നേരത്തെ തുടക്കത്തിൽ ആദ്യ കേസ് ബിന്ദു പത്മനാഭന്റേതായിരുന്നുവല്ലോ, അത് വീട്ടിനുള്ളിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന രീതിയിലുള്ള വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. അത് ഈ സോഡാ പൊന്നപ്പന്റെ വെളിപ്പെടുത്തൽ അങ്ങനെ വന്നിട്ടുള്ളതായിരുന്നു. ഫ്രാങ്ക്ലിനും സെബാസ്റ്റ്യനും ചേർന്നായിരുന്നുവെന്ന്. പക്ഷേ ഇതിൽ ഈ ജൈനമ്മയുടെ കൊലപാതകത്തിൽ ഇതിലൊരു ഭൂമാഫിയ തട്ടിപ്പൊന്നും വന്നിട്ടില്ല. പക്ഷേ ബിന്ദു പത്മനാഭന്റെയിൽ അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ ഒരു ലാൻഡ് മാഫിയയുടെ ഇൻവോൾവ്മെന്റ് ഒക്കെ അതിനകത്ത് ആ രീതിയിലേക്ക് സംശയങ്ങൾ പോകുന്നുണ്ട്. അത് ആ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടും 2 ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന രീതിയിലും ഉണ്ടല്ലോ. ഇത് രണ്ടിലും സെബാസ്റ്റ്യൻ ഇൻവോൾവ് ആണ് എന്നത് മാത്രം അല്ല. അത് ആ റോസമ്മയുടെ അവിടെ ഒരു 40 സെന്റ് സ്ഥലം റോസമ്മ വാങ്ങിച്ചിട്ടുണ്ട്. ആ 40 സെന്റ് സ്ഥലമാണ് റോസമ്മയുടെ അടുത്തുള്ള ആ ഒരു മുസ്ലിം സ്ത്രീയെ അവിടെ വെച്ച് കൊന്നു അവിടെ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. കാരണം അവിടെ അതിരൂക്ഷമായ ഗന്ധം വന്നു. ആ JCB കൊണ്ടിട്ട് അയാൾ അവിടെ കാട് വെട്ടി തെളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പോയി. അതിത് മൂടിയതായിരിക്കാം. അതേ സമയത്ത് റോസമ്മ പറയുന്നുണ്ട് അതിരൂക്ഷമായ ഗന്ധം കൊണ്ട് ആ 40 സെന്റിനകത്ത് വന്നു. അവിടെ നേരത്തെ നാട്ടുകാരും പറയുന്നുണ്ട്, നേരത്തെ അവിടെ കോഴി ഫാം മനഃപൂർവ്വം തുടങ്ങി എന്ന് പറഞ്ഞാൽ കോഴിയുടെ വേസ്റ്റും അതിന്റെ കാഷ്ടവും എല്ലാം കൂടെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഗന്ധമാണ്. അപ്പൊ ആ ഗന്ധമാണ് ആ മനുഷ്യ ശരീരത്തെ അവിടെ കുഴിച്ചിട്ടപ്പോൾ ഉണ്ടായതെന്നുള്ള രീതിയിൽ അതിനെ തിരിച്ചു മറിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ ആ ഒരു ഡെഡ് ബോഡി അവിടെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. അതേസമയത്ത് ബിന്ദുവിന്റെ സാധ്യത മിക്കവാറും ഇയാള് വീട്ടിൽ തന്നെ ആയിരിക്കണം, വീടിന്റെ കോമ്പൗണ്ട്. അപ്പൊ 2 ഇവിടെ ഉറപ്പായി. അതേസമയത്ത് അവിടെ 40 സെന്റ് റോസമ്മയുടെ വീടിനടുത്ത് 40 സെന്റ് 2 ഡെഡ് ബോഡി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒന്ന് ആ മുസ്ലിം സ്ത്രീയുടെയാണ്, 2 ഒരു സിന്ധു എന്ന് പറഞ്ഞ വേറൊരു ഒരാളും മിസ്സായിട്ടുണ്ട്. അതിനവിടെ കേസെടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ ഞാൻ മറന്നുപോയി. അത് തിരുവിഴയിൽ വെച്ചാണ് കാണാതായത്.
അപ്പൊ ആ 2 ഡെഡ് ബോഡി സ്വാഭാവികമായിട്ടും ഈ 40 സെന്റിനകത്താണെന്നാണ് എന്റെ ഒരു നിഗമനം. അപ്പൊ അങ്ങനെ അവിടെ വെച്ച് അങ്ങനെ വരുമ്പോൾ കാറിനകത്ത് വെച്ച് കൊല്ലാനാണ് സാധ്യത. അയാളെ തോപ്പിട്ട് സ്നേഹത്തോടെ കാറിനകത്ത് വിളിച്ചുകൊണ്ട് വരുമ്പോൾ മറ്റൊരാളുടെ സഹായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട്. കാരണം ഞാൻ നേരത്തെ മുതൽ പറഞ്ഞു, ഇവൻ ടാക്സിക്കാരെ കൊല്ലുന്നവൻ തന്നെയാണ് നക്സൽ. അങ്ങനെയാണ് അവന്റെ ചെറുപ്പകാലം മുഴുവൻ അങ്ങനെയാണ്. ഓട്ടോ അവിടെ ഒരു വാഹനത്തിലെ കിളിയായിട്ട് പോയി, പിന്നെ ഡ്രൈവറായി, അവിടെ ടാക്സി ഓടിച്ചു, പിന്നെ ടാക്സി അന്ന് അംബാസഡർ കാറ് വിലയിലുണ്ട്. ഒരു അംബാസഡർ കാറ് ഇവനെ വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ആ കാറിന് ആർസി ബുക്ക് ഇല്ല എന്ന് മറ്റൊരു പറഞ്ഞിട്ടുണ്ട്. ഒരാൾ കഴിഞ്ഞ ദിവസം ഇത് ന്യൂസ് എയ്റ്റിൽ തന്നെയാണ് പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ ഇവന്റെ വളർച്ച ഈ കഴുത്തിന് കയറും വിറ്റ് മുറുക്കി കൊല്ലുന്ന ഒരു വളർച്ചയാണ്. അതാണ് ഇതിന് കൂടുതൽ വശവും അതാണ്. അപ്പം നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ചിലപ്പം ഇപ്പം ജയിലമ്മയെ വീടിനകത്ത് കുറ്റിയേക്ക് അടിച്ച് വീഴ്ചയത്. അതുകൊണ്ട് ഇനിയൊരു സംഭവം ഇയാളെ ഏറിയർ, കാരണം 20 വയസ്സിനും ഇയാൾ 51 വയസ്സിനും ഇടയ്ക്കുള്ള ഇയാളെ ചരിത്രമാണ് പോലീസ് അന്വേഷിക്കേണ്ടത്. ഇപ്പൊ ജയിലമ്മയുടെ കേസിനകത്ത് കൃത്യമായിട്ട് മർഡറിന്റെ എല്ലാം വന്നിട്ടുണ്ട് ഞാൻ കരുതുന്നത്. അത് നല്ല സക്സസ്ഫുൾ ആയിട്ട് ക്രൈംബ്രാഞ്ച് പ്രോസിക്യൂട്ട് ചെയ്യും. കാരണം ജയിലമ്മയുടെ അവിടുന്ന് എല്ല് കിട്ടിയിട്ടുണ്ട്, അവരുടെ ഒരു കൊന്ത കിട്ടിയിട്ടുണ്ട്. അതേ സമയത്ത് ബ്ലഡ് സ്റ്റെയിൻസ് അയാളുടെ വാർഡിലും അവരുടെ ശുചിമുറിയും ജയിലമ്മയുടെ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെ ജയിലമ്മയുടെ കഴുത്തിലും കയ്യിലുള്ള ആഭരണങ്ങൾ വിറ്റത് ഇപ്പം റെക്കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ജയിലമ്മയുടെ ഒരു വാലിറ്റി ബാഗ് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം പൊതുവെ നോക്കിക്കഴിയുമ്പം ജയിലമ്മയെ അവിടെ വെച്ച് കൊന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു കൺസേണിൽ എവിഡൻസും വന്നു കഴിഞ്ഞു. അപ്പൊ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കത്തക്ക രീതിയിൽ അതിനകത്ത് എവിഡൻസ് എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത് ആ ഒരു കേസിനകത്ത്. ഇനി പിന്നെ മൂന്ന് മർഡർ കേസ് കൂടെ വരാനുണ്ട്. അപ്പൊ അതിനകത്ത് തീർച്ചയായിട്ടും അതിനകത്ത് എവിഡൻസ് വരും. ഇപ്പൊ പതുക്കെ എവിഡൻസ് വരുന്നുണ്ട്. കൂട്ടുപ്രതികൾ വന്നു കഴിഞ്ഞു. ഫ്രാങ്ക്ലിനെ പോലെയുള്ള ഒരുത്തിനോട് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഫ്രാങ്ക്ലിന്റെ ഏജ് വലിയ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ അന്വേഷിച്ച ഏറ്റുമാനൂര് ഒരു ടാക്സി കേസ് ഇന്നും ക്ലിയർ കിടപ്പുണ്ട്. അത് അവസാനം അന്വേഷണം എനിക്ക് തരികയും ഞാൻ അന്നേരമാണ് 20 വയസ്സുള്ള ഒരുത്തിനെ, വെളുത്ത് പൊക്കം കുറഞ്ഞ ഒരുത്തിന്, ഒരു പയ്യനാണ് ആ കൊന്ന ഒരാള്. അവനേൽ 4 വയസ്സ് മൂപ്പുള്ള കറുത്ത് മെലിഞ്ഞ് പൊക്കമുള്ള ഒരുത്തനാണ് ആ ടാക്സിക്കാരനെ കൊന്നത്. അന്ന് മുതൽ പിന്നെ ഈ ടാക്സിയോട് വലിയ കമ്പമുണ്ടെന്ന് വിചാരിച്ചു ചെറുപ്പം മുതൽ. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ താങ്കൾക്ക് ഈ സെബാസ്റ്റ്യൻ, അതായത് സെബാസ്റ്റ്യനെ താങ്കൾക്ക് പരിചയമുണ്ട് അല്ലെ? അതായത് താങ്കളുടെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സംശയം തോന്നിയിരുന്ന ഒരാളാണ് അല്ലെ? അല്ല, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഇവന് ഇപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരാളെ ഞാൻ തപ്പി നടന്നു. പക്ഷെ അയാൾ എവിടുത്തുകാരനെ നമുക്കറിയില്ല, ആരും കണ്ടിട്ടില്ല. ഒരാൾ മാത്രം കണ്ടു കൊന്ന് ആ കാർ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് കണ്ടെന്നല്ലാതെ ഇന്ന് ഒരാൾ അത് എനിക്ക് തോന്നുന്നു 1984 ക്രൈംബ്രാഞ്ചിന്റെ ആ കേസ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്തത് 247 CR/84 എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്. ഒരു കൊച്ചു പയ്യൻ ഈ 18, 19, 20 വയസ്സിനകത്തുള്ള വെളുത്ത് ചുമന്ന ഒരു ചെറുപ്പക്കാരൻ, പാന്റ് ഷർട്ടും അന്നിട്ടിരുന്നു. അവരുടെ കൂടെയുള്ളവനായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത്. വാഹനത്തിലെ ഡ്രൈവറെ കൊന്നിട്ട്, ഏറ്റുമാനൂർ ടാക്സി സ്റ്റാൻഡിലെ ഡ്രൈവറെ കൊന്നിട്ട് വാഹനം ഓടിച്ചത് കൂടെയുള്ളവനാണ്. ഇവനാണ് കൊല്ലുന്നത്. അന്ന് പോയി അതിന്റെ എക്സ്പെർട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അതിലേക്ക് ക്രൈംബ്രാഞ്ച് വരണം ദയവായിട്ട്. എങ്കിൽ മാത്രമേ ഇതിന്റെ പൂർവ്വ ചരിത്രങ്ങൾ നമുക്കറിയാം. പക്ഷേ ഇതിനകത്ത് ഞാൻ ചോദിച്ച മറ്റൊരു കാര്യം കൂടി ഉണ്ട് ശ്രീ ജോർജ് ജോസഫ്. ഇപ്പോൾ ബിന്ദു പത്മനാഭനെ കൊല്ലുക എന്ന് പറയുമ്പോൾ അതൊരു ബിന്ദു പത്മനാഭൻ കാശുള്ള വീട്ടിലെ ആളായിരുന്നു, സാമ്പത്തികമുണ്ടായിരുന്നു. അപ്പോൾ അത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി അതിൽ മറ്റുള്ളവരുടെ ഇൻവോൾവ്മെന്റും സംശയിക്കുന്നുണ്ട്. ബിന്ദു പത്മനാഭന്റെ പേരിലുള്ള ഭൂമി, അത് പവർ ഓഫ് അറ്റോർണിയുള്ള ഭൂമി, അത് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നു. അത് കോടതി വരെ പിന്നീട് ആ കേസ് എത്തുകയും ചെയ്തു, അറിയാവുന്നതാണല്ലോ. പക്ഷേ ജൈനമ്മയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവരുടെ അതുമായിട്ട് ബിന്ദു പത്മനാഭനുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല ജൈനമ്മയെ. ഐഷയുടെ കാര്യത്തിൽ ശരിയാണ്, ലാൻഡ് ഉണ്ടായിരുന്നു. ഈ സിന്ധുവിൻ്റെ കാര്യത്തിൽ അതുണ്ടോ എന്നുള്ള കാര്യം സംശയം. അപ്പോൾ ഇതിൽ എല്ലാം ഈ ഭൂമി തട്ടിയെടുക്കുവാൻ അവരുടെ പണം നോക്കി കൊലപാതകം നടത്തുന്നു. അതിലേക്കൊരു പൊതു നിഗമനത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഈ ആദ്യത്തെ ഇവരുടെ കൊലപാതകം അവരുടെ ഭൂമി തട്ടിയെടുത്തെങ്കിലും പിന്നീട് അവരെ കൊല്ലുകയാണ്. ഭൂമി തട്ടിയതിന്റെ പണം അവരുടെ കൈ വരുന്ന ദിവസം തന്നെ കൊല്ലുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവരെ കൊന്നുകളഞ്ഞു. അവർ ഭൂമി എടപ്പള്ളിയിലും മറ്റെടുത്ത് അവർക്ക് വളരെയധികം സ്വത്തുക്കളുണ്ടായിരുന്നു. അതുപോലെ MBA-കാരിയാണ്, കാണാനും സുന്ദരിയായിരുന്നു, കല്യാണം കഴിക്കാതിരിക്കുന്ന സ്ത്രീയാണ്. അവരുടെ പിതാവ് എക്സൈസിലെ ഓഫീസറായിരുന്നു. അയാളുടെ പെൻഷൻ കാശ് കിട്ടാൻ വേണ്ടി ഇവർ കല്യാണം കഴിക്കാതിരിക്കുകയാണ്. അയാൾ ഡിപ്പെൻഡന്റ് ആണെന്ന് സ്ഥാപിക്കാനായിട്ട്. അങ്ങനെയാണ് അവൾ നടന്നിരുന്നത്. അപ്പൊ ബിന്ദു പത്മനാഭനെ തീർച്ചയായിട്ടും കൊല്ലേണ്ട ഒരു ആവശ്യം ഇയാൾക്കുണ്ട്. അത് കൃത്യമായിട്ട് കൊന്നിട്ടുണ്ട്. അത് ഇയാളുടെ വീട്ടിൽ അത് ഇവിടെ ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ബിന്ദു പത്മനാഭന്റെ കൂടെ
ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ബ്രോക്കർമാരുണ്ട് അവരെ ഇൻവോൾവ്മെന്റ് ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ബിന്ദു പത്മനാഭനെ കൊന്ന ശേഷം അവിടെ മായ എന്തോ എന്ന് പറഞ്ഞ് വേറൊരു സ്ത്രീയെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇടപ്പള്ളിയിലെ ആ സ്ഥലക്കച്ചവടത്തിന് ബിന്ദു പത്മനാഭൻ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്ത്രീയുടെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ രണ്ടുപേരും ഇപ്പം മിസ്സിംഗ് ആണ്. എത്ര പേരെ കൊന്നു നമുക്ക് പറയാനൊക്കെ. ഇയാൾ സ്ഥിരമായിട്ട് വെട്ടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. മനുഷ്യ ശരീരം വെട്ടിക്കൊണ്ടിരിക്കുവനെ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ആളല്ല സെബാസ്റ്റ്യൻ. അതുകൊണ്ടാണ് അവൻ മിണ്ടാതിരിക്കുന്നത്. അവന്റെ മോഡസ് ഓപ്പറാണ്ടി ഇതുവരെ പോലീസ് കൃത്യമായിട്ട് എത്തിയിട്ടില്ല. കൊല്ലുന്നത് എങ്ങനെയാണ് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. കൊല്ലുന്ന സ്ഥലം അറിയാം, അതിനുള്ള എവിഡൻസ് ഉണ്ട്, ബ്ലഡ് കിട്ടിയിട്ടുണ്ട്, അവരുടെ ശരീരത്തിന്റെ അംശങ്ങൾ കിട്ടുന്നത്, അതെല്ലാം വളരെ കൃത്യമാണ്. പക്ഷെ എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് കൊല്ലുന്നത്? ചുറ്റി കൊണ്ട് തലക്കടിച്ചാണോ അതോ കഴുത്ത് തുണിയിട്ട് മുറിക്കുകയാണോ? ഇതാണ് പ്രത്യേകം. ഈ ഭാഗങ്ങളാണ് ഇനി പോലീസ് അന്വേഷിക്കേണ്ട ക്രൈംബ്രാഞ്ച്. ശരി, നന്ദി ശ്രീ ജോർജ് ജോസഫ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. ശരി ശരണ്യ, ഇപ്പോൾ ഇത് ഈ ബിന്ദു പത്മനാഭന്റെ കൊലപാതകം ആ അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല. പക്ഷേ ജൈനമ്മയുടെ കൊലപാതകത്തിൽ അതിൽ ക്രൈംബ്രാഞ്ച് ഏതാണ്ട് ഈ സെബാസ്റ്റ്യനിലെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ടല്ലോ. സെബാസ്റ്റ്യനാണ് ആ കൊലപാതകം